എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ നൂഡിൽസാണ് ഉണ്ടാക്കാൻ പോണത്. എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ് മാഗി നൂഡിൽസ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക്. നല്ലൊരു ടേസ്റ്റുള്ള ഐറ്റമാണ്. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് 2 ചിക്കൻ്റെ നൂഡിൽസാണ്. പിന്നെ അതുപോലെ 2, 3 ഐറ്റം, അതായത് പച്ചമുളക്, ഇഞ്ചി, സവാള ഇത് മാത്രം മതി ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ കുറച്ച് മസാലപ്പൊടികളും. അപ്പോൾ ആദ്യം തന്നെ സവാളയും പച്ചമുളകും ഇഞ്ചിയും അരിഞ്ഞ് വെക്കാണ്. ഈ സവാള കുറച്ച് വലിപ്പത്തിലും അതുപോലെ തന്നെ ഇഞ്ചി കുറച്ച് ചെറുതാക്കിയിട്ട് ചെറിയൊരു കഷ്ണമാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ പച്ചമുളക് ചെറിയ പീസാക്കിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ് വെള്ളം ചൂടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് നൂഡിൽസ് അതിൽ കുതിർത്തി വെക്കണം. ഒരു 80% വേവാകുമ്പോൾ നമുക്ക് എടുക്കാം. പിന്നെ അതിനുശേഷം ഫ്രൈ പാൻ വെച്ചിട്ട് ഓയിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ ഇഞ്ചി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് സവാള ഇട്ട് കൊടുക്കാം. 2 നൂഡിൽസിലേക്ക് ഒരു ഫുൾ സവാളാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് ആ ബാക്കി പച്ചമുളക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരുപാട് ഫ്രൈ ആവാൻ പാടില്ല. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ഫ്ലേവർ ഉണ്ടല്ലോ മാഗിയുടെ കൂടെ വരുന്നത്, അത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അത് 2 പാക്കറ്റ് ഉണ്ട്, അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. അതിനുശേഷം കുറച്ച് ഗരം മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകിന് തീരെ എരിവില്ലാത്ത മുളകാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കുരുമുളക് കൂടുതൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ജസ്റ്റ് നല്ല പോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം. ഒന്ന് സെറ്റായിട്ട് വരുമ്പോൾ ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. അധികമാകാൻ പാടില്ല, കാരണം ആ നൂഡിൽസിൻ്റെ ആ ഫ്ലേവർ ഉണ്ടല്ലോ അതിൽ ഉപ്പുണ്ടാവും. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്തെടുക്കുക. കുറച്ചൊരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കെച്ചപ്പ് ഒഴിച്ച് കൊടുക്കാം. അത് കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ജസ്റ്റ് ഒരു 5 മിനിറ്റോളം അത് നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് വരണം. അപ്പോൾ എന്താ പറയുക, വേറെ റെസിപ്പീസ് ഒന്നുമില്ല, ഇനി ഇത് തന്നെയാണ് സംഭവം. നല്ലപോലെ മിക്സ് ചെയ്ത് സെറ്റായിട്ട് വരുമ്പോൾ നമുക്ക് നൂഡിൽസ് ഇട്ട് കൊടുക്കാം. സാധാരണ എല്ലാവരും നല്ല മസാല ഒക്കെ ആക്കിയിട്ടാണ് നൂഡിൽസ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ എഗ്ഗൊക്കെ ചേർത്തിട്ട് അതുപോലെ നമുക്ക് ചിക്കനും വെജിറ്റബിളും എല്ലാം ചേർക്കാം. പക്ഷേ ഇത് വളരെ സിമ്പിളായിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാകും, കാരണം സോസിൻ്റെ ആ കെച്ചപ്പിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ്. പിന്നെ അധികം ടൈമൊന്നും വേണ്ട, വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. വേറെ ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല. അപ്പം നൂഡിൽസ് നേരത്തെ നമ്മളൊരു 80% ആണ് വേവിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഇനി ഫ്രൈ പാനിൽ കിടന്നിട്ട് ഒരു 5 മിനിറ്റോളം അതിൽ ചെറിയ ഫ്ലെയിമിൽ നല്ല പോലെ ഫ്രൈ ആക്കി എടുക്കാം, വേവിച്ചെടുക്കാം. അപ്പം നമ്മളെ നൂഡിൽസ് ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. നമ്മളിതിൽ വേപ്പില അതുപോലെ തന്നെ മല്ലിച്ചപ്പ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചേർക്കണില്ല. അതല്ലാണ്ട് തന്നെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. സംഭവം നല്ല പോലെ വന്നിട്ടുണ്ട്, നല്ല സ്മെല്ലും അതുപോലെ തന്നെ നൂഡിൽസിൻ്റെ വേവൊക്കെ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമ്മൾ വേവ് കൂടാനും പാടില്ല കുറയാനും പാടില്ല, ആ രീതിയിൽ വേണം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കണതെന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് ഷെയർ ചെയ്യണം. എന്തെങ്കിലും റെസിപ്പി വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.